ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തികൾ പൂർത്തിയായാലുടൻ ബില്ലുകൾ മാറിക്കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് കരാറുകാർ. വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര കേരള സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ശിവസേന. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്ന് LIC ഏജന്റുമാർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തികൾ പൂർത്തിയായാൽ ഉടൻ ബില്ലുകൾ മാറിക്കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ജില്ലാ സമ്മേളനത്തിലാണ് സംഘടന പ്രമേയത്തിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കരാറുകാർ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തികൾക്ക് പ്രവൃത്തി കഴിഞ്ഞാൽ ഉടനെ ബില്ല് മാറിക്കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക, PWD നിരക്ക് DSR 2023 ഉയർത്തി പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ ചെയ്യുക, 5 ലക്ഷത്തിൽ താഴെ വരുന്ന പ്രവർത്തികൾ ഈ ടെൻഡറിൽ നിന്നും ഒഴിവാക്കി മാനുവൽ ടെൻഡർ ചെയ്യുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന രക്ഷാധികാരി VKC മുഹമ്മദ് കോയ സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ P അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജലീലുദ്ദീൻ PV, കൺവീനർ വിജീഷ് കുമാർ VK തുടങ്ങിയവർ സംസാരിച്ചു. KGCF സംസ്ഥാന ട്രഷറർ P മോഹൻദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ PM, കൃഷ്ണൻ നായർ B, M കുഞ്ഞാലി എന്നിവരും സമ്മേളന പരിപാടികളിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര കേരള സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് അഖില ഭാരതീയ ശിവസേന. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ വിലക്കയറ്റം രൂക്ഷമാവുകയാണെന്നും മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി ഇനങ്ങളുടെ വില വർദ്ധിപ്പിച്ചും അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും പച്ചക്കറികളുടെയും വില തോന്നും പോലെ വർദ്ധിപ്പിച്ചും അധികാരികൾ ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണെന്നും ശിവസേന ആരോപിച്ചു. ഗ്യാസിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടി കേരള സർക്കാരും ജനത്തെ പന്താടുകയാണ്. ഇതിനെതിരെയാണ് അഖില ഭാരതീയ ശിവസേന കോഴിക്കോട് സിറ്റി കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത്. കേന്ദ്ര കേരള സർക്കാരുകൾ സാധാരണക്കാരന്റെ ജീവിതം കണ്ടില്ലെന്ന് നടിക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറണമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് മനീഷ് പാളയം പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ ദിലീപ് ചെറുവള്ളി, വിൻസെന്റ് കോഴിക്കോട്, സജി മാങ്കാവ്, ജില്ലാ നേതാക്കളായ പ്രശാന്ത് കോട്ടൂളി, റിനോൾഡ് പൊറ്റമ്മൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. മടവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് പ്രകടനം നടത്തിയത്. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് മടവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിറ്റ് 1 കറണ്ട് ചാർജ് 5 തവണ കുത്തനെ കൂട്ടി നാട്ടുകാരുടെ നെഞ്ചത്ത്
കാസിം കുന്നത്ത്, കെ കുഞ്ഞാമു, VC റിയാസ് ഖാൻ, C മുഹമ്മദ് ആരാമ്പ്രം, നാസർ കൊട്ടക്കാവയൽ, ഷൗക്കത്ത് എരവന്നൂർ, PC മുഹമ്മദ്, അൻവർ ചക്കേലക്കൽ, മുനീർ പുതുക്കുടി, സലീമുട്ടാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ അവസ്ഥയിൽ തന്നെ ഇത് പിൻവലിക്കാതെ, ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി ചാർജ് പിൻവലിക്കാതെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സർക്കാരിനോട് താക്കീത് എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി ചാർജ് എത്രയും പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് ജനങ്ങളുമായി സഹകരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്ന് LIC ഏജന്റുമാർ. ഇതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏജന്റുമാർ ധർണാ സമരം നടത്തി. കോഴിക്കോട് ഡിവിഷൻ ഓഫീസ് ധർണ ജില്ലാ സെക്രട്ടറി PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, IRDAയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഏജൻസ് വിരുദ്ധ സമീപനം ഉപേക്ഷിക്കുക, ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ആഭിമുഖ്യത്തിൽ രാജ്യത്ത് വ്യാപകമായി സമരം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏജന്റുമാർ കോഴിക്കോട് ഡിവിഷൻ ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. സമരം ജില്ലാ സെക്രട്ടറി PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. രാജ്യത്തിനകത്തുള്ള ഏജന്റുമാരെ ആകെ ബാധിക്കുന്ന വിഷയമായിട്ട് രാജ്യത്തിനകത്തുള്ള ഏജന്റുമാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഈ മേഖലക്കകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? കേവലം ഏജന്റുമാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓരോ പ്രതികരണം വരാനിടയായ സാഹചര്യം ഉണ്ട് എന്ന് വിലയിരുത്താൻ എന്ത് നമ്മുടെ മാനേജ്മെന്റിന് ഇപ്പോഴും ബോധ്യം വരാത്തത്? ഇവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ള പരിഷ്കരണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. 1993 കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഗവൺമെന്റ് മൻമോഹൻ സിംഗും നരസിംഹറാവു അടക്കമുള്ള ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും നേതൃത്വം നൽകിയിട്ടുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ നടപടി, അതുവരെ 100% LIC എന്ന് പറയുന്ന സ്ഥാപനം മാത്രം പോളിസി വിൽപ്പന ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിനകത്ത് 26% വിദേശ മൂലധനം അനുവദിച്ചിട്ടുള്ള കാലമായിരുന്നു 1991 മുതലുള്ള കാലഘട്ടത്തിൽ. CITU സംസ്ഥാന കമ്മിറ്റി അംഗം T ദാസൻ അധ്യക്ഷനായിരുന്നു. LIC AOI സോണൽ ജനറൽ സെക്രട്ടറി PN സുധാകരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TK വിഷൻ, AP സാവിത്രി, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ശ്രീറാം, NFI FWI സെക്രട്ടറി P അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ M ലേഖധൻ, ഡിവിഷൻ സെക്രട്ടറി K അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. കോഴിക്കോട് ജൂബിലി ഹാളിൽ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം നടക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായിട്ട് എടുക്കുന്നത് ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾക്കെതിരെ പൊരുതാം ഒരുമയോടെ സംരക്ഷിക്കാം സഹകരണത്തെ എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോട് ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ അനുബന്ധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾക്കെതിരെ പൊരുതാം ഒരുമയോടെ സംരക്ഷിക്കാം സഹകരണത്തെ എന്ന മുദ്രാവാക്യവുമായാണ് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 13-ന്
KBEF സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ MLA പതാക ഉയർത്തും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് SS അനിലും 14 ശനിയാഴ്ച നടക്കുന്ന സഹകരണ സെമിനാർ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും, വനിതാ സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KK ശൈലജ ടീച്ചറും, കലാസായാഹ്നം മന്ത്രി PA മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യും. അതിൽ 3 പേപ്പറാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യൻ സഹകരണ മേഖലയിലെ ആസ് എ ടോട്ടൽ കണ്ടുകൊണ്ട് ഒരു പേപ്പർ ഞങ്ങളുടെ കോപ്പറേറ്റീവ് സബ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ബംഗാളിൽ നിന്നുള്ള രജി ചതോപാധ്യായ ഒരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട്. കേരള ബാങ്ക് ജീവനക്കാരുടെ കലാപരിപാടികളും പ്രശസ്ത ഗായകൻ അലോഷി നയിക്കുന്ന ഗാനസന്ധ്യയും നടക്കും. വൈകിട്ട് നടക്കുന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടുകൂടി സമ്മേളന പരിപാടികൾ അവസാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ PK സന്തോഷ്, KBEF സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അനിൽകുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ P പ്രേമാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസത്തിനായി ഇംഹാൻസിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പാട്ടുപാടിയും പരിപാടികൾ അവതരിപ്പിച്ചും മുതിർന്നവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിലെ മുതിർന്ന പൗരന്മാരുടെ സൗഖ്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ടെലി മാനസ് പദ്ധതിയുടെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ നടന്നു. ടെലി മാനസ് പദ്ധതിയുടെ പിന്തുണയോടെ ജീറിയാട്രിക് വെൽനസ് സ്കീമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ P കൃഷ്ണകുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ SS സുധീറും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PK ശാന്ത, PK ശാലിനി, പ്രഭ എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടി ആരംഭിച്ചു. മുൻ കണ്ണൂർ SP ജോസ് ജോർജ് IPS ക്രിസ്തുമസ് സന്ദേശം നൽകി. നാടൻ പാട്ടുകൾ, കരോക്കെ ഗാനങ്ങൾ, സംഘനൃത്തം, തത്സമയ അവതരണങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഷീബ നൈനാൻ, സീനിയർ റെസിഡന്റ് കൺസൾട്ടന്റ് ഡോക്ടർ K ഫാത്തിമ ഹനാൻ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ MT അഞ്ജന, ടെക്നിക്കൽ കോർഡിനേറ്റർ M ധനേഷ്, PK ശാലിനി, MA ജോൺസൺ, ജേക്കബ് ജോസ് മലാപ്പറമ്പ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നന്മ സിറ്റി മേഖലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സർഗോത്സവ വിജയികൾക്ക് വിൽസൺ സാമുവൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മഠത്തിൽ രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സർഗോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച സിറ്റി മേഖലയിലെ കലാകാരന്മാർക്ക് കൺവെൻഷനിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ സമ്മാനദാനം നിർവഹിച്ചു. ജനുവരി 18-19 തീയതികളിൽ ബത്തേരിയിൽ വെച്ച് സർഗോത്സവത്തിൻ്റെ കേരള അടിസ്ഥാനത്തിൽ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരരുടെ മത്സരം നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ രാജ്യത്തിലെയും ഒരു സംഘടനയ്ക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അജിത നമ്പ്യാർ, സംസ്ഥാന കമ്മിറ്റി അംഗമായ TK വേണു, മേഖലാ സെക്രട്ടറി മുരളീധരൻ പറയഞ്ചേരി, മേഖലാ ട്രഷറർ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് മേഖലാ ഭാരവാഹികളായ വിജയൻ കോവൂർ, പ്രമീള സോപാനം, സുഗതൻ മലാപ്പറമ്പ്, മമ്മൂട്ടി മാത്തോട്ടം, അനീസ സുബൈദ, ജയകാന്തി, CK രാഘവൻ, ബാലകൃഷ്ണൻ പടിക്കാപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പഴനിക്ക് തുല്യം ദർശന പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട്ടെ എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ധ്വജ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് ഈ ക്ഷേത്രം. മനമൊരുകി പ്രാർത്ഥിക്കുന്നവർക്ക് പഴനി സമാനമാണ് എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. കോഴിക്കോടിന്റെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്തണമെന്ന് പ്രശ്നവിധിയിൽ കണ്ടെത്തിയതിനാൽ അതിനുള്ള ഒരുക്കത്തിലാണ് ഭക്തജനങ്ങൾ. ധ്വജപ്രതിഷ്ഠയോടുകൂടി ഏപ്രിൽ 5 നടക്കുന്ന ധ്വജപ്രതിഷ്ഠയും തുടർന്നുള്ള ആറാട്ടുത്സവവും അടക്കം 10-ാം തീയതി വരെ നിലനിൽക്കുന്ന ആഘോഷ പരിപാടികളും നവീകരണ കർശനവുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു കോടി രൂപ അടുത്ത് വരെ നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോട് നടപ്പന്തലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് കൂടെ 7
ഏക്കറോളം വരുന്ന സ്ഥലത്ത് 2 കുളങ്ങൾ ഉൾപ്പെടെ നിലകൊള്ളുന്ന ഇവിടെ ദർശനം നടത്തിയാൽ പഴനി ദർശനത്തിന് സമാനമായി പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. വിശാലമായ 2 കുളങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ഇവ രണ്ടും പായലുകൾ മൂടി നാശോന്മുഖമായ അവസ്ഥയിലാണ്. അവ വൃത്തിയാക്കുക എന്ന ഭഗീരഥ പ്രയത്നവും ധ്വജപ്രതിഷ്ഠയ്ക്ക് മുമ്പായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 2 കുളങ്ങളാണ്. ഒന്ന് കിഴക്കേക്കുളം, പടിഞ്ഞാറേക്കുളം. നമ്മൾ ആറാട്ടുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ടതാണ്. ഇപ്പോഴിത് തികടായ എന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മൾ അഷ്ടബന്ധ നവീകരണ കലശം പ്രതിഷ്ഠയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല അവസ്ഥയിലാക്കേണ്ടതുണ്ട്. ഇനിയും ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. 2025 മാർച്ച് 26 മുതൽ ഏപ്രിൽ 10 വരെയാണ് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാക് അംഗീകാര നിറവിൽ KMCT കോളേജ് ഓഫ് നഴ്സിംഗ്. ഡിസംബർ 13 KMCT ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും. KMCT ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ നഴ്സിംഗ് കോളേജുകളിൽ ഏറ്റവും ഉയർന്ന CGPA സ്കോറാണ് KMCT കോളേജ് ഓഫ് നഴ്സിംഗ് കരസ്ഥമാക്കിയതെന്നും അടിസ്ഥാന സൗകര്യ വികസനം, അധ്യാപക നിലവാരം, വൈവിധ്യമാർന്ന ഗവേഷണങ്ങൾ, നൂതന പഠന രീതികൾ, അക്കാദമിക് മികവ് എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലെയും മികവ് അടയാളപ്പെടുത്തിയാണ് NAC A ഗ്രേഡ് ലഭിച്ചിരിക്കുന്നതെന്നും KMCT സാരഥികൾ വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിലും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും KMCT നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടു പോകുന്നതിനുള്ള പ്രചോദനമായാണ് ഈ നേട്ടത്തെ കാണുന്നതെന്ന് KMCT സ്ഥാപക ചെയർമാൻ ഡോക്ടർ K മൊയ്തു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗുണനിലവാരം, എല്ലാവിധത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ, പഠന നിലവാരം, ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ, അധ്യയന നിലവാരം, അധ്യാപകരുടെ നിലവാരം, ഇതെല്ലാം പരിഗണിച്ച് കർശനമായ പരിശോധനകൾക്കും ശേഷമാണ് ഈ NAC അക്രഡിറ്റേഷൻ അംഗീകാരം ഈ കോളേജിന് ലഭിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ IQAC കോർഡിനേറ്റർ ഷൈൻ തോമസ്, ചീഫ് അക്രഡിറ്റേഷൻ സലീം KN തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വട്ടക്കിണർ YMRC ശ്രീ മണികണ്ഠ അയ്യപ്പ ഭക്തസമിതിയുടെ 15ാമത് കർപ്പൂരാഴി മഹോത്സവം ഭക്തി പൂർണ്ണതയിൽ നടന്നു. പയ്യാനയ്ക്കൽ വലിയപാടം പറമ്പ് ശ്രീ ഭദ്രകാളികാവിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളത്ത് ശ്രീ തളിയാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. കലിയുഗവരദനായ അയ്യപ്പന്റെ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ് മണ്ഡലകാലം. വൃശ്ചിക മാസത്തിൽ സർവ്വതും അയ്യപ്പ സന്നിധിയിൽ അർപ്പിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി മല കയറുന്നവരാണ് ഭക്തർ എല്ലാവരും. നാടിന്റെയും കുടുംബത്തിന്റെയും ഐശ്വര്യത്തിനും ഉന്നമനത്തിനുമായാണ് സ്വാമി ഭക്തർ ഒരുമിച്ച് കർപ്പൂരാഴി നടത്തുന്നത്. വട്ടക്കിണർ മണികണ്ഠൻ അയ്യപ്പ ഭക്തസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന കർപ്പൂരാഴിയോടനുബന്ധിച്ച്
YMRC ഭജനമഠത്തിൽ പ്രഭാഷണങ്ങളും ഭജനയും ഭക്തി ഗാനസുധയും ലളിത സഹസ്രനാമാർച്ചനയും അന്നദാനവും നടത്തി. ശരണം വിളികളോടെ ആരംഭിച്ച കർപ്പൂരാഴി ഘോഷയാത്ര വലിയപാടം പറമ്പ് ശ്രീ ഭദ്രകാളി കാവിൽ നിന്നും ആരംഭിച്ച് തളിയാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് തളിയാടത്ത് കാവിൽ ഭക്തർക്കായി സമൂഹ ഭിക്ഷയും നൽകി. മണികണ്ഠൻ അയ്യപ്പ ഭക്തസമിതി പ്രസിഡന്റ് ശങ്കരപിള്ള, സെക്രട്ടറി അഖിൽ, ട്രഷറർ ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ICAI ബോർഡ് ഓഫ് സ്റ്റഡീസ് സ്റ്റേറ്റ് ലെവൽ CA സ്റ്റുഡൻസ് കോൺഫറൻസ് സത്സംഗ് 2024 ഡിസംബർ 13-14 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെമ്പേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അതിന്റെ ബ്രാഞ്ചാണ് നമ്മുടെ ഓഫീസ് വരുന്ന ഡൽഹിയാണ്. ഒരു പാർലമെന്റിലെ ആക്ട് പാസ്സാക്കി ഉണ്ടാക്കിയ ഒരു ബോഡിയാണ്. റിസർവ് ബാങ്കൊക്കെ പോലെ തന്നെ ICA എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട് 1949. ആ ആക്ട് ബേസിൽ ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നമ്മൾ വരുന്നത്. നമ്മൾ വരുന്നത് 40 പേരുടെ സെൻട്രൽ കൗൺസിൽ മെമ്പറാണ് വരുന്നത്. അതിൽ 32 പേര് നമ്മൾ ഇലക്ടഡ് മെമ്പേഴ്സും ബാക്കി 8 പേര് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് നമ്മുടെ ബോഡി മൊത്തമായിട്ട് വരുന്നത്. അതിൽ നമ്മൾ കോഴിക്കോട് എല്ലാ കൊല്ലവും ഒരു ആനുവൽ പ്രോഗ്രാം നടത്താറുണ്ട്. കുട്ടികളൊരു കോൺഫറൻസ് പോലെ. പല ഫാക്കൽറ്റീസും പുറത്തുനിന്ന് വരാറുണ്ട്. ടെക്നിക്കൽ സെഷൻസ് ഉണ്ടാവും. കുട്ടികളുടെ പേപ്പർ പ്രസന്റ് ചെയ്യും. കൾച്ചർ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്രാവശ്യം അത് ഈ 13th 14th വരുന്നത്. നമ്മൾ നാന്ദിയിൽ വെച്ചിട്ടാണ്. ഇപ്രാവശ്യം നമുക്ക് 4 ടെക്നിക്കൽ സെഷൻസും 4 സ്പെഷ്യൽ സെഷൻസും ആണുള്ളത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏറ്റവും വലിയ ബോഡിയായിട്ട് ഇലക്റ്റഡായി. തൊട്ട് താഴെ വരുന്ന അമേരിക്കയാണ്. സെക്കൻഡ് ഏറ്റവും ലോകം. നമ്മൾ ഇന്ത്യയിലെ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്തൊക്കെ ഫോളോ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ സെൻട്രൽ കൗൺസിലാണ്. അത് എന്നിട്ട് മിനിസ്ട്രി വഴി റിസൾട്ട് ഡിക്ലെയർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തികൾ പൂർത്തിയായാലുടൻ ബില്ലുകൾ മാറിക്കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് കരാറുകാർ. വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര കേരള സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ശിവസേന. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്ന് LIC ഏജന്റുമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.